ഹായ്, ഇതാ ഇന്ന് ഞാനൊരു കൊട്ടയായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ക്രാഫ്റ്റ് കാർഡ്ബോർഡ് കൊണ്ടിട്ടുള്ള ഒരു കൊട്ട. കാണാൻ നല്ല ഭംഗിയില്ലേ, കളറൊക്കെ ആയിട്ട്. അത് ഈ കാർഡ്ബോർഡ് ഒരു സുഖമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നാലും നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു കൊട്ടയായിട്ടാണ് കേട്ടോ. ചെറിയൊരു കൊട്ട, നമുക്ക് ഈ ഫ്ലവർ വയ്ക്കാനോ അല്ലെങ്കിൽ പെന്ന് ഒക്കെ വയ്ക്കാനുള്ള ഒരു കൊട്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം. അതിനൊരു കാർഡ്ബോർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഇങ്ങനെ ചെറിയ പീസുകളാക്കിയത്, അതുപോലെ നീളത്തിലുള്ള പീസുകളാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ ഇനി ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തു, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരു ക്രോസ് പോലെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സ്റ്റാപ്പിൾ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കണം. കാർഡ്ബോർഡ് വേഗം മടങ്ങുകയൊക്കെ ചെയ്യും, അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അതിനെ ഇങ്ങനെ എല്ലാം അങ്ങനെ മുകളിലേക്ക് മടക്കി നിർത്തണം. അതിനുശേഷം നമ്മൾ വേറൊരു നീളത്തിലുള്ള പീസ് എടുത്തിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കൊട്ടയൊക്കെ നെയ്യില്ല, നമ്മൾ ഒന്നിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് പുറത്തും അകത്തും ആക്കിയിട്ട് അതേപോലെ ഇതാ കണ്ടില്ലേ, ഇതുപോലെ ഒന്നാക്കിയിരുന്നു. അത് ഈ താഴെ മുതൽ മോൾ ഭാഗം വരെ ഓരോന്നും വെച്ച് അറേഞ്ച് ചെയ്തെടുക്കണം. അപ്പോൾ സ്റ്റാപ്പിൾ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. വേണ്ടിയിട്ട് ഗമ്മ് കുറവായിരുന്നു, അതുകൊണ്ട് സ്റ്റാപ്പിൾ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ഉറച്ച് നിൽക്കുകയും ചെയ്യുമല്ലോ. അപ്പോൾ അത് മോൾ ഭാഗം വരെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഒപ്പാക്കണം. മോൾ ഭാഗത്തേക്കൊന്ന് വെട്ടി, കൂടുതൽ നിൽക്കണതൊക്കെ ഒന്ന് വെട്ടി ഒന്ന് റെഡിയാക്കി എടുക്കണം, ഒപ്പത്തിലാക്കിയെടുക്കണം ആ മുകൾ ഭാഗം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു കൊട്ട ഷേപ്പൊക്കെ ശരിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാനൊരു ചെറിയൊരു തുണിയുടെ കഷ്ണം എടുത്തു, അത് വെച്ചിട്ട് ഇതാ അതിനിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. മോൾ ഭാഗം മുതൽ അടിഭാഗം വരെ ചുറ്റിയെടുക്കണം. കണ്ടില്ലേ, നല്ല ചുറ്റിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് ഇങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ ഇതിൻ്റെ തന്നെ പീസുണ്ട്. ഇപ്പോൾ ഇത് മോളുടെ ഉടുപ്പാണ്, അത് ആവശ്യമില്ലാണ്ട് ഒഴിവാക്കി ഇട്ടിരിക്കുകയായിരുന്നു. അപ്പം അതും ഒരു ഉപകാരത്തിൽ പെടുമല്ലോ വെച്ച് വന്നു. അപ്പോൾ അതിൻ്റെ ആ അലിക്ക് സൈഡ് ഭാഗം എടുത്തിട്ട് ഇതാ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി ഭംഗിയായി അല്ലേ. അതുപോലെയൊക്കെ നമുക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ഐഡിയകളൊക്കെ തോന്നണതനുസരിച്ച് ചെയ്യാം. വെറുതെ ഇരിക്കണ നേരം ഞാൻ വെറുതെ ഇരിക്കാൻ വെച്ചാൽ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, വേസ്റ്റായിട്ട് കിടക്കണ്ടായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് മടക്കിയൊക്കെ നോക്കിയപ്പോൾ ശരിയാവുന്നുണ്ട്. അപ്പം എന്നാൽ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് ചെയ്തതാണ്. അപ്പം ഞാൻ ഇതിൽ പെന്നിട്ട് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൽ പെന്നും ബ്രഷും ഇതൊക്കെ ഇട്ട് അതൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു പെൻ സ്റ്റാൻഡ് കുട്ടികൾക്കൊക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. നമുക്കാണെങ്കിലും എഴുതാനൊക്കെ പെട്ടെന്ന് എടുക്കാനൊക്കെ പാകത്തിനൊക്കെ എവിടെയെങ്കിലും വെക്കാം. കാണാനും ഭംഗി ഉണ്ടാവും. കാർഡ്ബോർഡാന്ന് കണ്ടാൽ പറയില്ലല്ലോ ഇപ്പോൾ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതും ഇതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അതൊന്ന് വട്ടത്തിൽ ആ ഷേപ്പ് കിട്ടാൻ വേണ്ടി വരച്ചതിൻ്റെ ഭാഗത്ത് ഒരു കളർ വന്നിട്ടുണ്ട്. അത് കുഴപ്പമില്ല, അതൊന്ന് പശ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കാം. അപ്പോൾ കൊട്ട അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ആ കാർഡ്ബോർഡിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതങ്ങനെ ഷേപ്പിനൊരു ചെറിയ പ്രശ്നം വന്നത്. അപ്പോൾ എന്തായാലും നല്ല നോക്കിയെടുക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.